ഹായ് മച്ചാനെ, നമസ്കാരം. ഞാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് 3.5 കിലോ ഉള്ള 2 ചൂര, നമ്മൾ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ വെയിറ്റ് 3.5 കിലോയാണ്. ഇതിൻ്റെ ഒരു അച്ചാറാണ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അച്ചാറിടാനായിട്ട് എടുക്കുന്ന ചൂരയെന്ന് പറഞ്ഞാൽ എപ്പോഴും വലിയ ചൂരയായിരിക്കണം, ഇതുപോലെ വലിപ്പമുള്ള ചൂരയായിരിക്കണം. എങ്കിലേ നമുക്ക് കണ്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ മാംസം കിട്ടും, നല്ല മാംസം വരും. ഇതിൻ്റെ തലയൊന്നും എടുക്കില്ല, നമ്മളതിൻ്റെ മാംസം മാത്രമേ എടുക്കൂ. അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് കാണാം. ഇതുപോലെ ഓരോ കഷ്ണമായിട്ട് മാംസം കട്ട് ചെയ്തെടുക്കണം, മാംസം മാത്രമേ എടുക്കാവൂ. അതിനുശേഷം ഇതിൻ്റെ ഈ തൊലിയായിട്ടുള്ള, അതായത് ഇതിൻ്റെ പുറത്തുള്ള പാടയൊക്കെ മാറ്റണം. ഇതുപോലെ ഉണ്ടോ, ഇതെല്ലാം കട്ട് ചെയ്ത് മാംസം മാത്രം എടുക്കണം. ഇങ്ങനെ ഓരോ മാംസങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്യുന്ന മാംസം ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അതിൻ്റെ തൊലി ഭാഗം ഇങ്ങോട്ട് തിരിച്ചാണ്. ഈ തൊലി ഭാഗം കട്ട് ചെയ്യുന്നത് എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഇതുപോലെ പിടിക്കുക, അതിൻ്റെ തൊലി എല്ലാം പൂർണ്ണമായിട്ട് മാറ്റുക. ഇങ്ങനെ. അപ്പോൾ ഈ മീനിൻ്റെ പുറം തൊലി നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ നമ്മൾ മാംസം സെപ്പറേറ്റ് എടുത്ത ശേഷം ഈ തൊലി ഇതുപോലെ മാറ്റി വയ്ക്കണം. ഇത് നമ്മൾക്ക് ഇതിൽ ചേർക്കാൻ കൊള്ളില്ല. അപ്പോൾ നമ്മുടെ 3.5 കിലോ ഉള്ള ചൂര അത് വെട്ടി അതിൻ്റെ മാംസം മാത്രം എടുത്തപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഇത് മാത്രമേ എടുക്കൂ, അല്ലാതെ അതിൻ്റെ തലയോ അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളോ ഒന്നും എടുക്കില്ല. കട്ടിയുള്ള മാംസം മാത്രമാണ് എടുത്ത് ഈ അച്ചാർ ഇടാനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി ഇതിനെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അച്ചാന്മാരെ, നമ്മൾ ഇതുപോലെ ചൂര അച്ചാർ ഇതുപോലെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ബാംഗ്ലൂരോ എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വിലയെന്ന് പറയുന്നത് 1 കിലോയ്ക്ക് 1500 രൂപയും പിന്നെ പോസ്റ്റൽ ചാർജുമാണ്. ആവശ്യക്കാർക്ക് ഇതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ നമ്പർ വെച്ചേക്കാം. ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ അനുസരിച്ച് നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ ഓരോ പീസുകളും എടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ചെറിയ കഷ്ണം ആവരുത്, ഒരുവിധ സൈസായിട്ടുള്ള, അതായത് 1 ഇഞ്ച് കനത്തിലും ഒരു 2 ഇഞ്ച് വീതിയിലുമുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ഇത് എണ്ണയിൽ മൂത്തെടുക്കുമ്പോൾ ഒരുവിധം വലിപ്പമാവും. ഇതുപോലെ കഷ്ണങ്ങളാക്കി നമ്മൾ എടുക്കുന്ന പീസുകളെ എപ്പോഴും വെളിച്ചെണ്ണ, അതായത് നല്ല തേങ്ങയാട്ടിയ എണ്ണയിൽ തന്നെ നമ്മൾ മൂപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ഇത് തോനെ ദിവസം ഇരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിന് ടേസ്റ്റും കൂടുതലായിട്ട് കിട്ടും. 100% തേങ്ങ എണ്ണയിൽ തന്നെ ഇത് നമ്മൾ മൂപ്പിച്ചെടുക്കണം. ഇത് മഞ്ഞപ്പൊടിയാണ്. ഈ മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ കൃഷി ചെയ്തെടുത്ത മഞ്ഞളാണ്. ഇത് പൊടിച്ച് എടുത്ത പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ 100% നമുക്ക് ഒരു മായവും ചേർക്കാതെ നല്ല പരിശുദ്ധമായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 2 സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇടുന്നത്. ഇതുപോലെ മഞ്ഞപ്പൊടി മൊത്തം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളുടെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം ഇതിനെ നല്ലതുപോലെ ഇളക്കുക. കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞപ്പൊടിയേക്കാളും ഏറ്റവും നല്ലത് നമുക്ക് സ്വന്തമായിട്ടുണ്ടാക്കാൻ പറ്റുന്ന മഞ്ഞപ്പൊടിയാണ് ഏറ്റവും നല്ലത്. കാരണം കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് എപ്പോഴും മായം കലർന്നതായിരിക്കും. അത് മഞ്ഞപ്പൊടി എന്ന പേര് മാത്രമേ കാണൂ, യഥാർത്ഥത്തിൽ അതിലില്ലാത്തതും മഞ്ഞളായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മഞ്ഞപ്പൊടി, നല്ല മഞ്ഞപ്പൊടി തന്നെ ചേർക്കണം. അടുത്തായി നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂണാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അടുത്തായി കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഈ മുളക് ചെടി ഇപ്പം നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ്, വറുത്തെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചേർക്കുന്നത്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ കൂട്ടുകൾ നമ്മൾ ചേർക്കുന്നുണ്ട്.
1 ടീസ്പൂൺ നമ്മൾ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. ഇനി ഇത് പുരട്ടി ഇത് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു 3 ഇതുപോലെ പൂണ്ടെടുക്കുക. ഈ പൂണ്ടിനെ നമ്മൾ ഇതുപോലെ പുറത്തെ തൊലി കളഞ്ഞ ശേഷം നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി എന്ന് പറയുമ്പോൾ നമുക്കൊരു 30 ഗ്രാം ഇഞ്ചി ഇതിൽ നമുക്ക് ചേർക്കാനായിട്ട് ആദ്യം, അതായത് മസാലക്കൂട്ട് തയ്യാറാക്കുന്ന സമയത്ത് പുരട്ടി വയ്ക്കാനായിട്ട് എടുക്കാം. ഇത്ര മാത്രം മതി, 30 ഗ്രാം ഇഞ്ചി. അതുപോലെ തന്നെ 3 പൂണ്ടും ഇത് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരയ്ക്കണം. അരച്ച് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് മിക്സ് ചെയ്താണ് നമ്മൾ 1 മണിക്കൂർ വെച്ചേക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട 3 പൂണ്ട് തൊലിച്ച പൂണ്ടും അതുപോലെ തന്നെ നമ്മളെടുത്ത 30 ഗ്രാം ഇഞ്ചിയാണ്. ഇത് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതായത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മൾ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് ഇത് ചെയ്യേണ്ടത്. ഇതുപോലെ നല്ലതുപോലെ നമ്മൾ ആ മീനിൻ്റെ മാംസവുമായിട്ട് നമ്മൾ ഞവടി ചേർക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇനി നമ്മൾ 2 മണിക്കൂർ ഇത് എല്ലാം പിടിക്കാൻ വേണ്ടി വെച്ചേക്കണം. നേരത്തെ മിക്സ് ചെയ്ത മസാലക്കൂട്ട് പിടിക്കുമ്പോഴേക്കും നമുക്ക് ഒരു 250 ഗ്രാം വെള്ളപ്പൂണ്ട്, ഇത് കണ്ടോ വെളുത്തുള്ളി, അതുപോലെ തന്നെ 250 ഗ്രാം ഇഞ്ചി, 200 ഗ്രാമോളം നമുക്ക്, ഒരു 100 ഗ്രാമെങ്കിലും നമുക്ക് മുളകും വേണം. അതായത് ഈ പച്ചമുളക്, നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന നീളം മുളക്, ഇതാണ്ട ഇതുപോലത്തെ മുളക്. അടുത്തായി നമുക്ക് വേണ്ടത് ഉലുവ 1 ടീസ്പൂൺ, അതുപോലെ തന്നെ ഒരു 5 ടേബിൾ സ്പൂണെങ്കിലും നമുക്ക് കുരുമുളക് വേണം. കുരുമുളക് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം, കാരണം എത്രത്തോളം കുരുമുളക് ചേർക്കോ അത്രത്തോളം നല്ലതായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ചെറിയ ടിൻ കായപ്പൊടിയാണ്. അടുത്തതായി നമുക്ക് മസാല ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ആവശ്യത്തിന് ചേർക്കാം. അപ്പം നമ്മുടെ 250 ഗ്രാം, കുറഞ്ഞത് 250 ഗ്രാമെങ്കിലും വേണം. അത് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന 3 കിലോ ചൂരയാണ് എടുത്തിരിക്കുന്നത്. 3.5 കിലോ ചൂരയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാം വെളുത്തുള്ളിയാണ്. അതുപോലെ തന്നെ ഇത് ഞാൻ നല്ലതുപോലെ ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം. സെൻറ്റർ 2ആയിട്ട് കീറിയ ശേഷം എണ്ണയിൽ വാട്ടിയെടുക്കും. അത് നമുക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചും ഇടണം. ഇതെല്ലാം നല്ലതുപോലെ എണ്ണയിൽ മൂപ്പിച്ച് കോരിയതിന് ശേഷം മീൻ വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മസാലകളെല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് നമ്മളിതെല്ലാം പൊടിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. നമ്മളൊരു ഉരുളിച്ചട്ടി, ഇതുപോലെ ഒരു വലിയ ഉരുളിച്ചട്ടി എടുത്ത് വെച്ച ശേഷം അതിലേക്ക് നമ്മൾ ഒരു 1/2 കിലോ വെളിച്ചെണ്ണയെങ്കിലും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കരുതി വയ്ക്കണം. അതിൻ്റെ പകുതി 250 ഗ്രാമോളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം. അതിനുശേഷം നമ്മുടെ എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇഞ്ചി എപ്പോഴും ഇതുപോലെ തന്നെ ഇഞ്ചി ചതച്ച് തന്നെ എടുക്കണം. ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ ചതച്ചെടുക്കണം. പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി അത് ഒന്ന് വാടിക്കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് ഈ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വരട്ടിയെടുക്കുക. നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം വരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം അതിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഒന്ന് വരട്ടിയെടുക്കണം. നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ മൂപ്പിച്ചെടുക്കണം. എപ്പോഴും നമ്മൾ മീൻ വറുത്ത് കോരുമ്പോൾ ഇതുപോലെ തന്നെ വറുത്ത് കോരണം. അതായത് പൊടിഞ്ഞു പോകാത്ത വിധത്തിൽ നല്ലതുപോലെ മൂപ്പിച്ച് കോരിയെടുക്കണം. നമ്മൾ മീൻ ഇങ്ങനെ വറുത്ത് കോരിയ ശേഷം അതിലുള്ള എണ്ണ പൂർണ്ണമായിട്ടും എടുത്ത് അതിലേക്ക് നമ്മൾ കടു താളിച്ച ശേഷം അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ വരട്ടണം.
മൂത്ത് വന്ന് നമ്മളെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ മൂത്തതിൽ അടുത്തതായിട്ട് നമ്മൾ ഒഴിക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരി നമ്മൾ കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒരു കുറച്ച് മാത്രം, ആവശ്യത്തിന് മാത്രം വിനാഗിരി ചേർക്കുക. അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കായപ്പൊടിയാണ്. ഇതിലേക്ക് വിനാഗിരി ചേർത്ത ശേഷം കായപ്പൊടി ചേർത്ത് കൊടുക്കുക. കായപ്പൊടി ചേർത്ത ശേഷം നമ്മളെ മസാലക്കൂട്ട് ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ഭംഗിയായിട്ട് ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ നേരത്തെ മൂപ്പിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അടുത്തായി നമ്മൾ മീൻ വറുത്ത് വെച്ചിരിക്കുന്ന ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇളക്കണം. അതായത് നമ്മൾ പച്ചമുളകും ഇഞ്ചിയും മസാലയും എല്ലാം കൂടി മിക്സ് ചെയ്ത് ആ ഒരു മിശ്രിതത്തിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മീനും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി മാറ്റി വയ്ക്കുക. നല്ലതുപോലെ നമ്മുടെ മീനച്ചാർ തണുത്തതിന് ശേഷം ഇതുപോലുള്ള കുപ്പികളിൽ നമ്മൾ നിറച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ നമ്മൾ വെച്ചിരുന്നാൽ നമുക്ക് 1 വർഷം വരെ കേടുകൂടാതെ ഇത് നല്ലതുപോലെ ഉപയോഗിക്കാം. ഇതാണ് നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡിയായിരിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള മീനച്ചാറാണ്. മാത്രവുമല്ല ഇത് നമുക്ക് 1 വർഷം വരെ ഒരു കേടും കൂടാതെ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു. എല്ലാ മച്ചാന്മാർക്കും നന്ദി, നമസ്കാരം.